ദീർഘദൂര അന്തർവാഹിനിയിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന ക്രൂയിസ് മിസൈൽ ശേഷി നേടാനുള്ള ഇന്ത്യൻ നാവികസേനയുടെ ശ്രമം ഇപ്പോൾ ശക്തി പ്രാപിച്ചിരിക്കുകയാണ്. ഇങ്ങനെയുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് ഈ അടുത്തിടെ പുറത്തു വന്ന IDRWന്റെ റിപ്പോർട്ട് അനുസരിച്ച് യൂറോപ്യൻ മിസൈൽ നിർമ്മാതാക്കളായി MBDA നാവികസേനയുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി മിസൈൽ ഡി ക്രോസിയർ നേവൽ എന്നറിയപ്പെടുന്ന നേവൽ ക്രൂയിസ് മിസൈൽ അതായത് NCM ഇന്ത്യക്ക് വേണ്ടി വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. ഈ അടുത്തിടെയായി റഷ്യയുടെ കാലിബർ ക്രൂയിസ് മിസൈൽ ഇന്ത്യക്ക് വേണ്ടി വിതരണം ചെയ്യാനുള്ള ഒരു സമീപകാല നിർദ്ദേശമൊക്കെ ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ യൂറോപ്യൻ മിസൈൽ നിർമ്മാതാക്കളായ MBDA ഇന്ത്യക്ക് വേണ്ടി ഈ വാഗ്ദാനവുമായി എത്തിയിരിക്കുന്നത്. അതേസമയം നമ്മുടെ ഇന്ത്യ ഇപ്പോൾ നിർഭയ് പ്രോഗ്രാമിനെ അടിസ്ഥാനമാക്കി പ്രതിരോധ ഗവേഷണ വികസന സംഘടന ഒരു തദ്ദേശീയ സബ്സോണിക് SLCM വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതിന്റെ പ്രവർത്തനത്തിന് ഇനി 5 വർഷം എടുക്കുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിടവ് നികത്താൻ വേണ്ടി LCM, കാലിബർ പോലുള്ള തെളിയിക്കപ്പെട്ട വിദേശ സംവിധാനങ്ങൾ പര്യവേഷണം ചെയ്യാൻ നാവികസേന ഇപ്പോൾ താല്പര്യം കാണിച്ചിരിക്കുകയാണ്. യൂറോപ്പ് ഇപ്പോൾ വാഗ്ദാനം ചെയ്തിരിക്കുന്ന MBDAയുടെ NCM മിസൈലിനെ പറ്റി നോക്കുകയാണെങ്കിൽ സ്കാൽപ് EG എയർ ലോഞ്ച്ഡ് ക്രൂയിസ് മിസൈലിന്റെ ഒരു നാവിക ഡെറിവേറ്റീവ് ആണ് NCM. വിപുലീകൃത ശ്രേണികളിലെ ഉയർന്ന മൂല്യമുള്ളതും സെൻസിറ്റീവുമായ ലക്ഷ്യങ്ങൾക്കെതിരായ കൃത്യതയുള്ള ആക്രമണങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. 1400 കിലോഗ്രാം ഭാരവും 6.5 മീറ്റർ നീളവും 250 മുതൽ 300 കിലോഗ്രാം വരെ ഉയർന്ന സ്ഫോടനാത്മക വാർഹെഡുമുള്ള NCM ഇത് ഏകദേശം 1400 കിലോമീറ്ററിൽ കപ്പലിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന ദൂരവും അതേപോലെ തന്നെ 1000 കിലോമീറ്റർ അന്തർവാഹിനിയിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന ദൂരവുമാണ് വാഗ്ദാനം ചെയ്യുന്നത്. ഇതിന്റെ എഞ്ചിൻ എന്ന് പറയുന്നത് മൈക്രോ ടർബോ TR50 ടർബോജെറ്റ് എഞ്ചിനാണ്. ഈ എഞ്ചിനാണ് ഇതിന് കരുത്തു പകരുന്നത്. ഇനേഷ്യൽ നാവിഗേഷൻ, GPS, ടെറൈൻ റെഫറൻസ് നാവിഗേഷൻസ്, ഇൻഫ്രാറെഡ് ഹോമിംഗ് എന്നിവ സംയോജിപ്പിച്ച് ഇതിന്റെ മാർഗനിർദ്ദേശ സ്യൂട്ട് മെട്രിക്ക് കൃത്യത ഉറപ്പാക്കുന്നു. 2018 ഏപ്രിൽ സിറിയയിൽ നടന്ന ആക്രമണങ്ങളിൽ ഫ്രഞ്ച് നാവികസേന FREMM ഫ്രിഗേറ്റുകൾ രാസായുധ സൗകര്യങ്ങൾക്കെതിരെ 3 NCMകളാണ് വിക്ഷേപിച്ചത്. വളരെ വലിയ രീതിയിലുള്ള മികച്ച പ്രകടനമാണ് ഇതെന്ന് കാഴ്ചവെച്ചത്. അതേപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലേക്ക് എത്തുകയാണെങ്കിൽ ഇന്ത്യയുടെ കൽവരി ക്ലാസ് അന്തർവാഹിനികൾ ഉപയോഗിക്കാവുന്ന 533 mm ടോർപിഡോ ട്യൂബുകളുമായി ഇതിനെ സംയോജിപ്പിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇത് ഉപരിതല കപ്പലുകൾ A-70 സിൽവർ സിസ്റ്റങ്ങളിൽ നിന്നുള്ള ലംബ വിക്ഷേപണ ശേഷിയും നാവികസേനയുടെ പ്രൊജക്ട് 75 ഇന്ത്യ അന്തർവാഹിനികൾക്കും ഭാവി ഡിസ്ട്രോയറുകൾക്കും ഇതൊരു വൈവിധ്യമാർന്ന ഓപ്ഷനാണ്. അതേപോലെ തന്നെ 2024 ഏപ്രിലിലെ ഫ്രിഗേറ്റ് സബ്മറൈൻ സ്ട്രൈക്ക് ഉൾപ്പെടെയുള്ള NCMന്റെ പോരാട്ടം തെളിയിക്കപ്പെട്ട റെക്കോർഡാണ് കാണിക്കുന്നത്. ഇന്ത്യയുടെ അടിയന്തരവും വിശ്വസനീയമായ ആഴത്തിലുള്ള സ്ട്രൈക്ക് ശേഷികൾക്കായി ഇത് കൂടുതൽ പ്രയോജനമാകുമെന്ന് ഇത് തെളിയിക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ MDA ഇത് ഓഫർ ചെയ്തിരിക്കുന്നത് P-75Iക്കുള്ള മസഗണ്ടോഗ് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡുമായിട്ടാണ്. ഇവരുമായി പങ്കാളിത്തമാണ് MDA ഇപ്പോൾ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. അതായത് മെച്ചപ്പെട്ട സ്കോർപിയൻ രൂപകൽപ്പനയ്ക്കുള്ള ആയുധ പാക്കേജിന്റെ ഭാഗമാണ് NCM. ഇവിടെ ഇപ്പോൾ റഷ്യ ഇന്ത്യക്ക് ഓഫർ ചെയ്തിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ 6 പുതിയ കിലോ ക്ലാസ് അന്തർവാഹിനികൾ, ഒരു SS ലീസ്, 6 ടോർപിഡോ ട്യൂബുകളിൽ നിന്ന് മിസൈൽ വിക്ഷേപണത്തിനായി ഇന്ത്യയിലെ നിലവിലുള്ള കിലോ ക്ലാസ് ഫീറ്റിലേക്ക് അപ്ഗ്രേഡുകൾ എന്നിവയാണ്. ഈ പാക്കേജിന്റെ ഭാഗമായിട്ട് 1500 കിലോമീറ്റർ ദൂരപരിധിയുള്ള കാലിബർ ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈൽ അതായത് LACM റഷ്യ ഓഫർ ചെയ്തിട്ടുണ്ട്. റഷ്യൻ നാവികസേന സിറിയയിൽ വ്യാപകമായി ഉപയോഗിക്കുന്ന ഈ കാലിബർ വകഭേദം എന്ന് പറയുന്നത് 1500 മുതൽ 2500 കിലോമീറ്റർ വരെയാണ് ദൂരപരിധി വാഗ്ദാനം ചെയ്യുന്നത്. ഈ സബ്സോണിക് വേഗതയും നൂതന മാർഗനിർദ്ദേശ സംവിധാനങ്ങളുമുള്ള ഇത് ശരിക്കും പറഞ്ഞാൽ ഈ NCMന് ഒരു നേരിട്ട എതിരാളി തന്നെയാണ്. എന്നാൽ റഷ്യയുടെ ഈ ഓഫറിൽ ശരിക്കും ഇപ്പോൾ ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. അതായത് പാശ്ചാത്യ ഉപരോധങ്ങളുടെയും വിതരണ ശൃംഖലയുടെ പ്രശ്നങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് റഷ്യയുടെ വിശ്വാസ്യതയെക്കുറിച്ചുള്ള ആശങ്കകളാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. എന്നാൽ ഇതൊരു പക്ഷേ ഇന്ത്യക്ക് ലഭിക്കുകയാണെങ്കിൽ ഇന്ത്യൻ സർവീസിലുള്ള കിലോ ക്ലാസ് അന്തർവാഹിനികളുമായുള്ള ഇതിന്റെ സംയോജനം എന്ന് പറയുന്നത് ഒരു ലോജിസ്റ്റിക് നേട്ടം തന്നെയാണ്. ഈ വിദേശ ഓഫറുകൾക്ക് സമാന്തരമായി നമ്മുടെ ഇന്ത്യ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നിർഭയ് ക്രൂയിസ് മിസൈലിന്റെ ഒരു കോമ്പാക്ട് ഡെറിവേറ്റീവ് ആയ ഒരു തദ്ദേശീയ സബ്സോണിക് SLCM DRDO വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 533 mm ടോർപിഡോ ട്യൂബുകളിൽ നിന്ന് വിക്ഷേപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ദൂരപരിധി എന്ന് പറയുന്നത് 1000 മുതൽ 1500 കിലോമീറ്റർ വരെയാണ്. എന്നാൽ ഇതൊരു മൾട്ടി പ്ലാറ്റ്ഫോം വിന്യാസത്തിന് വേണ്ടിയിട്ടാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അതായത് കരയിൽ നിന്നും കടലിൽ നിന്നും സാധ്യതയുള്ള അന്തർവാഹിനികളിൽ നിന്നുമെല്ലാം ഇത് വിക്ഷേപിക്കാൻ സാധിക്കും. കൂടാതെ പരമ്പരാഗത അല്ലെങ്കിൽ ആണവ വാർഹെഡുകൾ വഹിക്കാനും ഇതിന് കഴിയും. 2023 ഫെബ്രുവരിയിലും 2024 നവംബറിലും ഒരു താൽക്കാലിക അണ്ടർ വാട്ടർ സൗകര്യത്തിൽ ഇത് വിജയകരമായി പരീക്ഷിക്കുകയും ചെയ്തു. ഏകദേശം 402 കിലോമീറ്റർ ആണ് അന്ന് ഇതിന്റെ ദൂരപരിധി കൈവരിച്ചത്. കൂടാതെ അതിന്റെ INS, GPS, DSMSC മാർഗനിർദ്ദേശങ്ങൾ പരിഷ്കരിക്കുന്നതിനായി
2026 കൂടുതൽ പരീക്ഷണങ്ങൾക്കായി പദ്ധതിയിടുന്നുമുണ്ട്. എന്നാൽ ഇതിന്റെ ഒരു സമയപരിധിയാണ്, അതായത് ഇതിന്റെ വികസനത്തിനും വികസനപരവും ഉപയോക്ത പരീക്ഷണങ്ങൾക്കുമായി ഏകദേശം 5 വർഷത്തെ പ്രൊജക്ട് സമയപരിധിയാണ് ഇതെടുക്കുന്നത്. 2030 മുമ്പ് ഇതിന്റെ ഇൻഡക്ഷൻ പ്രതീക്ഷിക്കുന്നതേയില്ല. അന്തർവാഹിനി സംയോജനത്തിന്റെ സങ്കീർണതയും കർശനമായ പരിശോധനയുടെ ആവശ്യകതയും കാരണം ഈ കാലതാമസം എന്ന് പറയുന്നത് വളരെയധികം വൈകിപ്പോയി. അതുകൊണ്ട് തന്നെ അടിയന്തര ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി NCM കാലിബർ പോലുള്ള വിദേശ രാജ്യങ്ങളുടെ ഇടക്കാല പരിഹാരങ്ങൾ പരിഗണിക്കാനാണ് നാവികസേന ഇപ്പോൾ തയ്യാറായിരിക്കുന്നത്. പ്രത്യേകിച്ച് 2031 പ്രതീക്ഷിക്കുന്ന P-75 അന്തർവാഹിനികൾക്ക് വേണ്ടി ഈ തീരുമാനവുമായി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യൻ നാവികസേന ഇപ്പോൾ തയ്യാറായിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 12 നൈജീരിയയുടെ പ്രതിരോധ സഹമന്ത്രി ഡോക്ടർ ബെല്ലോ മുഹമ്മദ് മതാവലയുടെ നേതൃത്വത്തിലുള്ള ഉന്നതതല നൈജീരിയൻ പ്രതിനിധി സംഘം നമ്മുടെ ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ആണ് ഇവരുടെ ലക്ഷ്യം. നമ്മുടെ BEL സന്ദർശിച്ച വേളയിൽ DRDO വികസിപ്പിച്ചെടുത്ത D4 സിസ്റ്റം, ആകാശ് തീർ എയർ ഡിഫൻസ് സിസ്റ്റം എന്നിവയുൾപ്പെടെയുള്ള അത്യാധുനിക റഡാർ സംവിധാനങ്ങളും ആന്റി ഡ്രോൺ സാങ്കേതിക വിദ്യകളുമെല്ലാം ഇവർ സന്ദർശിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ BELന്റെ ഗ്യാസിയാബാദ് സൗകര്യങ്ങളും സെൻട്രൽ റിസർച്ച് ലബോറട്ടറി ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളും ഇവർ വിശദമായി പരിശോധിക്കുകയും ചെയ്തു. നൂതന റഡാർ സംവിധാനങ്ങൾ, ഇലക്ട്രോണിക് യുദ്ധ പരിഹാരങ്ങൾ, ആശയവിനിമയ ഉപകരണങ്ങൾ, നൈജീരിയയുടെ പ്രതിരോധ ആവശ്യങ്ങൾക്ക് അനുസൃതമായി രൂപകൽപ്പന ചെയ്ത നിരീക്ഷണ സാങ്കേതിക വിദ്യകൾ എന്നിവ ഉൾപ്പെടുന്ന BELന്റെ വൈവിധ്യമാർന്ന പോർട്ട്ഫോളിയോയെ കുറിച്ച് പ്രതിനിധി സംഘത്തിനെ വിശദീകരിക്കുകയും ചെയ്തു. അതായത് അവർ ഏറ്റവും കൂടുതൽ അവരെ ആകർഷിച്ചത് ഇന്ത്യയുടെ D4 സിസ്റ്റമാണ്. D4 ആന്റി ഡ്രോൺ സിസ്റ്റം ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ വികസിപ്പിച്ചതും BEL നിർമ്മിച്ചതുമായ D4 സിസ്റ്റം ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ ആന്റി ഡ്രോൺ സൊല്യൂഷൻ. 4 കിലോമീറ്റർ ചുറ്റളവിൽ ഡ്രോണുകളെ കണ്ടെത്താനും ട്രാക്ക് ചെയ്യാനും നിർവീര്യമാക്കാനും ഇതിന് കഴിയും. മൾട്ടി സെൻസർ ഡിറ്റക്ഷൻ, അതായത് റഡാർ, RF സ്കാനറുകൾ, EO അല്ലെങ്കിൽ IR ക്യാമറകൾ, അതേപോലെ തന്നെ AI അധിഷ്ഠിത ഭീഷണി വർഗീകരണം, സോഫ്റ്റ് കിൽ, ഹാർഡ് കിൽ എന്നീ കഴിവുകളെല്ലാം ഈ D4 ആന്റി ഡ്രോൺ സിസ്റ്റത്തിനുണ്ട്. പഞ്ചാബിലും ജമ്മു കാശ്മീരിലും അതേപോലെ ഡ്രോൺ അധിഷ്ഠിത കള്ളക്കടത്തും ആക്രമണങ്ങളും നേരിടാൻ വേണ്ടി ഇന്ത്യയുടെ അതിർത്തികളിലും ഈ D4 വിന്യസിച്ചിട്ടുമുണ്ട്. ഇതുകൂടാതെ ഭീകരവിരുദ്ധ പോരാട്ടവും അതിർത്തി സുരക്ഷയും സംരക്ഷിക്കുന്ന വേണ്ടി നൈജീരിയയുടെ പ്രവർത്തന പരിതസ്ഥിതികളുമായി പൊരുത്തപ്പെടുന്ന രീതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒപ്റ്റോണിക് സിസ്റ്റങ്ങളെ, സോഫ്റ്റ്വെയർ നിർവചിക്കപ്പെട്ട റേഡിയോകളെ, AI അധിഷ്ഠിത പരിഹാരങ്ങൾ എന്നിവയിലെ BELന്റെ പുരോഗതിയെയും ഈ പ്രതിനിധി സംഘം പര്യവേഷണം ചെയ്തിട്ടുണ്ട്. BELന്റെ തദ്ദേശീയ സംവിധാനങ്ങൾ, പ്രത്യേകിച്ച് D4 ആന്റി ഡ്രോൺ സിസ്റ്റത്തിലും നൂതന റഡാറുകളിലും ഡോക്ടർ മറ്റാവല്ലെ അതീവ താല്പര്യമാണ് പ്രകടിപ്പിച്ചിരിക്കുന്നത്. അതായത് നൈജീരിയ ഇപ്പോൾ അവരുടെ ഹൈസ്പീഡ് ക്രൂയിസ് മിസൈലുകൾ, സ്റ്റെൽത്തി UAVകൾ തുടങ്ങിയ ഭീഷണികൾക്കെതിരെ വ്യോമ പ്രതിരോധം നവീകരിക്കുന്നതിനുള്ള നൈജീരിയയുടെ മിലിറ്ററി ടോട്ടൽ റഡാർ കവറേജ് ഓഫ് നൈജീരിയ എന്ന സംരംഭവുമായി ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ്. ഇതിന് യോജിക്കത്തക്ക രീതിയിലുള്ള പ്രതിരോധ സാങ്കേതിക വിദ്യകളും ഉൽപ്പന്നങ്ങളുമാണ് നൈജീരിയ ഇപ്പോൾ തേടിക്കൊണ്ടിരിക്കുന്നത്. ഇവരുടെ ഈ സുരക്ഷ, അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള സാധ്യതയുള്ള സംയുക്ത വികസനം, സാങ്കേതിക കൈമാറ്റം, ഇഷ്ടാനുസൃത പരിഹാരങ്ങളുടെ വിതരണം എന്നിവയെക്കുറിച്ചായിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിൽ ചർച്ചകൾ നടത്തിയത്. നമ്മുടെ ഈ BELന്റെ അത്യാധുനിക കഴിവുകളും സാങ്കേതിക വിദ്യകളും തദ്ദേശീയ പ്രതിരോധ ഉൽപ്പന്നങ്ങളും ഒക്കെ നൈജീരിയൻ പ്രതിനിധി സംഘത്തെ ആകർഷിച്ചിരിക്കുകയാണ് ഇപ്പോൾ. ഇതുകൂടാതെ നമ്മുടെ തേജസ് യുദ്ധവിമാനം, അതേപോലെ തന്നെ മറ്റ് സംവിധാനങ്ങൾ തുടങ്ങിയവയെ പറ്റിയുള്ള കയറ്റുമതി സാധ്യതകളും ചർച്ചയിലുണ്ടായിരുന്നു. തേജസ്, ഡ്രോണുകൾ, കവചിത വാഹനങ്ങൾ എന്നിവയ്ക്കുള്ള $1 ബില്യൺ കരാർ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ പ്രതിരോധ ഉപകരണങ്ങളിലുള്ള നൈജീരിയയുടെ താല്പര്യം 2023 G20 ഉച്ചകോടിക്ക് മുന്നോടിയായി പ്രസിഡന്റ് ബോല ടിനുബു ആവർത്തിച്ചു പറഞ്ഞിട്ടുള്ളതാണ്. ഇതുമൂലം ഇന്ത്യയുടെ ഉഭയകക്ഷി ബന്ധങ്ങൾ ശക്തിപ്പെടുകയും അതേപോലെ തന്നെ പ്രതിരോധ മേഖലയ്ക്ക് ഒരു വലിയ നേട്ടവുമാണ് ഈ കരാർ എന്ന് പറയുന്നത്, ഇവരുടെ ഇപ്പോഴത്തെ ഈ സന്ദർശനം എന്ന് പറയുന്നത്. ഇതുപോലെയുള്ള പ്രതിരോധ വാർത്തകൾക്ക് വേണ്ടി മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.